നമസ്കാരം. രാഹുൽ മാങ്കൂട്ടവും ശ്രീനാദേവി കുഞ്ഞമ്മയും ഫെന്നി നയനാനും അതുപോലെ രാജൻ ജോസഫും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ സംസാരം. ഇന്നിപ്പോ രാവിലെ സുഗതന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടിട്ട് വാർത്താ മാധ്യമങ്ങൾ കുറച്ചതിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ആ സംഭവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാതിരുന്നാൽ ശരിയാവില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന്, ഒരു അഭിപ്രായ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. പാലക്കാട് MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ CPM നേതൃത്വം നമ്മുടെ സന്ദേശം സിനിമയുടെ കാര്യം പറഞ്ഞതുപോലെ പെണ്ണ് കേസിൽ പെടുത്തി നട്ടം തിരിച്ചു. നമുക്കറിയാം, ഇപ്പോഴും അദ്ദേഹം ആ കേസുകളിൽ നിന്ന് മുക്തനായിട്ടില്ല. ഈ രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യം കഴിഞ്ഞു എന്നുണ്ടെങ്കിലും കേസിന്റെ വഴിക്ക് നടക്കണമല്ലോ. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് മത്സരിക്കേണ്ടതായിരുന്നു, വിജയിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ രമേശ് പിഷാരടിയുടെ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടം നിൽക്കേണ്ടതായിരുന്നു. കാരണം ഒരു MLA എന്ന നിലയിൽ തരക്കേടില്ലാത്ത ഒരു പ്രവർത്തനം അദ്ദേഹം അവിടെ കാഴ്ചവെച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷയം ഈ കോലത്തിലാക്കുന്നതിന് പ്രധാന കാരണത്തിൽ ഒരാളാണ് ഈ രാജൻ ജോസഫ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ രാജൻ ജോസഫ് എന്റെ സുഹൃത്താണ്. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ വിവാദമാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാമായിരുന്നു. പക്ഷെ അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്, രാഷ്ട്രീയമായി ഒരുപക്ഷെ പല തള്ളുകളും പല ഇറക്കിവിടലും ഒക്കെ ഇറക്കിവിടും. അത് മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി എന്ത് കേസും എടുത്ത് തലയിൽ വെച്ച് കൊടുക്കും. അത് അറിയാവുന്നത് കൊണ്ട് അതിന്റെ ഭാഗമാണോ ഇത് എന്നൊരു സംശയം മനസ്സിൽ കിടന്നതുകൊണ്ടും ആ സംശയം ദൂരീകരിക്കാൻ തൽക്കാലം മാർഗമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടും ഞാൻ എന്റെ ചാനലിലൊന്നും മിണ്ടിയില്ല. കാര്യം തെളിവില്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഒരു ജീവിതം നശിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തിരികെ ആ ജീവിതം ഒന്ന് കരിപ്പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ ആകെ 2 വാക്ക് മാത്രം പറഞ്ഞത്. അദ്ദേഹം MLA എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സംശുദ്ധത സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്നും അത് നഷ്ടപ്പെടുത്തിയതിൽ അദ്ദേഹത്തിന് അത് ശരിയായ ഒരു നിലപാടല്ല, അങ്ങനെ ഒരു കാഴ്ചയിൽ പോകാൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു വെച്ചത്. എന്നാൽ അതേസമയം തങ്ങളുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് തങ്ങളുടെ ഏറ്റവും വലിയ എതിരാളിയായിട്ട് കൊണ്ടുവയ്ക്കുന്നതിൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടമാണ്. അതുകൊണ്ട് അയാളെ എങ്ങനെ മുച്ചൂട് നശിപ്പിച്ചുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നമുക്കങ്ങ് പിടിച്ചു കയറിക്കളയാം എന്നുള്ള CPM-ന്റെ നയം അതങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനും പറ്റൂല. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം അപ്പോഴും ഇപ്പോഴും നിൽക്കുന്നത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടം പുണ്യാളച്ചനാണെന്നുള്ള അഭിപ്രായം ഉള്ളത് കൊണ്ടൊന്നും അല്ല. അതുപോലെ അതിനുശേഷം രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വിവാദമായി പിന്നെ പാർട്ടിയിൽ നിന്ന് വിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇന്ന് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയായി നിൽക്കുന്ന സമയത്ത് വളരെ വിദ്യാഭ്യാസവും വിവരവും വിവേകവുമുള്ള ഒരു സ്ത്രീ, അവർക്കൊരു പക്ഷെ CPI-യിൽ നേരത്തെ ഒരു അവസരം കിട്ടിയിരുന്നില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം അവരുടെ ആ ഒരു വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ ക്വാളിറ്റിയെ ജനങ്ങളിലേക്ക് ഇറക്കി വിടാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ വിധത്തിലുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു ആ കാലത്ത്. അതുപോലെ ഫെന്നി നയനാനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരന്റെ അടുത്ത സുഹൃത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റെല്ലാവരും ഇട്ടെറിഞ്ഞു പോയപ്പോഴും എല്ലാവരും തകർത്ത് അങ്ങേയറ്റം ആണിക്കല്ലടിച്ചപ്പോഴും ഫെന്നി രാഹുലിനൊപ്പം നിൽക്കുന്നതും രാഹുലിന് കട്ട സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നതും നിയമപരമായി ചില കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് മിണ്ടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ലോകത്തെ അറിയിക്കാൻ വേണ്ടി ഫെന്നി അതിന് തുനിഞ്ഞിറങ്ങുകയും ഇന്ത്യയിൽ ഫെന്നിയുടെ ഫേസ്ബുക്ക് പേജ് നിരോധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോ അത് പുറത്തു വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. നേരത്തെ ഇന്ത്യക്ക് പുറത്ത് മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ. ആ ഒരു ലെവലിലേക്ക് പോലും എത്തി. അതായത് ഫെന്നി പല കേസുകളിൽ പോലും പ്രതിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കാരണത്താൽ. എന്നാൽ ഇതിന്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജൻ ജോസഫ് ഈ കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാജൻ ജോസഫും അതേപോലെ റിനി ആൻഡ് ജോർജും ഇവർ രണ്ടുപേരെ ഞാൻ ഒരേ അച്ചിലാണ് വെച്ച് കെട്ടുന്നത്. ഈ റെനിയെ കുറിച്ചും രാജൻ ജോസഫിനെ കുറിച്ചും ഞാൻ അധികം സംസാരിച്ചില്ല, അധികം വീഡിയോ ചെയ്തിട്ടില്ല. ചെയ്തതിന്റെ കാരണം ഇവർ രണ്ടുപേരും ഈ കാണുന്നത് പോലെ ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ അത്ര വിഷവിത്തുകളല്ല, അല്ലെങ്കിൽ അവരുടെ വാക്കുകളെ വെച്ചുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതിനപ്പുറം 2 സാധുക്കളാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ തോന്നിക്കൊള്ളുന്നില്ല. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ റിനി ആൻഡ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആഞ്ഞ് ചൂടായി കഴിഞ്ഞാൽ കുത്തിയിരുന്ന് നിലവിളിക്കുന്ന ഒരു പാവം പെണ്ണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെന്തൊക്കെയോ അല്ലെങ്കിൽ ആരുടെ പാവയായിട്ടോ ഇനി അതല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞു പോയി, പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വേറെ പലതും പറഞ്ഞു പോയി, അങ്ങനെ പോയി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്റെ തോന്നലാണ് കേട്ടോ, തെറ്റാകാം ശരിയാകാം. ചിലപ്പോൾ ഇനി അടുത്ത് സംസാരിക്കാൻ ഒരു സാഹചര്യം വന്നാൽ അന്ന് അഭിപ്രായം ചിലപ്പോൾ മറിച്ചാകാം. രാജൻ ജോസഫുമായിട്ട് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അത് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം ഒരു വിഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നറിയില്ല.
തങ്ങളുടെ അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസം ഷാൻസ്കറിയ പറഞ്ഞതുപോലെ പറയേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. നിയമപരമായി ഒരു സുരക്ഷിതത്വം പാലിച്ചുകൊണ്ട് പറയേണ്ടതാണ്. അങ്ങനെ പറയാൻ അറിയാത്തത് കൊണ്ട് ഇത് മാത്രമല്ല അപമാനിക്കുക. ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറിച്ചോ നമുക്ക് വിമർശനം ഉണ്ടെങ്കിൽ നമുക്ക് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്നത് കൊണ്ട് വിമർശിക്കാം. അവരെ ആക്ഷേപിക്കുമ്പോൾ അതത്ര ഒരു സുഖമുള്ള ഒരു പരിപാടിയല്ല. ഞാനതിനെ അനുകൂലിക്കുന്നുമില്ല. പക്ഷേ ഇവിടെ രാജൻ ജോസഫ് ചെയ്തത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുൽ മാങ്കൂട്ടും അതല്ലെങ്കിൽ ഫെന്നി നയനാനും അടക്കമുള്ള അവിടെ ഉള്ളവർ ചെയ്തതും തെറ്റാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത് രാജൻ ജോസഫിനെ കനത്ത പോലീസ് ബന്ദോബസ്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഫെന്നിയുടെയോ രാഹുലിന്റെയോ ശ്രീനയുടെയോ ഒക്കെ അറിവോട് കൂടിയോ ഇനി അറിവില്ലാതെയോ അവരുടെ ഏതോ പറ്റം യുവാക്കൾ ആക്രമിച്ചു എന്നാണ്. അങ്ങനെ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ഫെന്നിയുടെ പേരൊക്കെ കഴിഞ്ഞ ദിവസം പല ചാനലുകളും പല വാർത്താ മാധ്യമങ്ങളും പറയുന്നത് കേട്ടു. വാസ്തവം എനിക്കറിയില്ല, ചിലപ്പോൾ ആകാം അല്ലെങ്കിൽ അല്ലായിരിക്കാം. കാരണം ശ്രീനാദേവി പറഞ്ഞിരുന്നത് ആ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ചില സമ്മാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ കണ്ടു. പക്ഷെ ഉള്ള കാര്യം പറയാലോ, രാഹുൽ മാങ്കൂട്ടത്തോടും ശ്രീനാദേവി കുഞ്ഞമ്മയോടും അതുപോലെ ഫെന്നി നയനാനും ഒക്കെ കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു. ആ ബഹുമാനം അങ്ങോട്ട് പോയി കെട്ടി. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഒരു നിലപാട് വന്നപ്പോ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഇതുവരെ ആരും കാണിക്കാത്ത വിധത്തിലുള്ള ഒരു ഭരണകൂടവും കാണിക്കാത്ത തരത്തിലുള്ള ഭരണകൂട ഭീകരതയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിനെ കൊണ്ട് അഴിച്ചുവിട്ടിരുന്നത്. അതുകൊണ്ടാണ് നട്ടപ്പാതിരയ്ക്ക് വേറെ എങ്ങനെ പോയി കഴിഞ്ഞാലും ജാമ്യം കിട്ടുമെന്നും അദ്ദേഹം പുറത്തു തന്നെ ഉണ്ടാകും എന്ന് അറിയാവുന്ന ഈ ഭരണകൂടം നട്ടപ്പാതിരയ്ക്ക് അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ സമയത്ത് വന്ന് ആരും അറിയാതെ ആദ്യം മൊബൈൽ ഫോൺ വാങ്ങി അറസ്റ്റ് ചെയ്തുകൊണ്ടങ്ങ് പോയി. എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടി നമുക്കറിയാലോ. 10-18 ദിവസം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. പിന്നീട് ആ കേസിന് എന്തായിരുന്നു നമുക്കറിയാം. അതായത് നിലനിൽക്കാത്ത കേസാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് പരാമർശം. തെളിയിക്കാൻ കഴിയില്ല. കാരണം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീ വിവാഹബന്ധം നിലനിൽക്കെ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പരാതി കൊടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ലേ? ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ അതൊരു അനീതിയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ രാജൻ ജോസഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അദ്ദേഹം ശ്രീനാദേവി കുഞ്ഞമ്മയെ കുറിച്ചോ ഇനി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചോ ഫെന്നി നയനാനെ കുറിച്ചോ എന്തെങ്കിലും വിധത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ചാനലിലൂടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ചാനലിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള നടപടി എടുക്കല്ലേ വേണ്ടത്. തിരിച്ച് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആക്ഷേപിക്കാനും അപമാനിക്കാനും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? എനിക്കതാ തോന്നിയത്. ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസം അവരുടെ ഫേസ്ബുക്ക് പേജിലും മറ്റ് ചാനലും ഒക്കെ നടത്തുന്ന ചില പരാമർശങ്ങൾ, ജയിലിൽ പോയി സെല്ലിൽ പോയി ഞങ്ങൾ കണ്ടു, സംസാരിച്ചു, സമ്മാനം കൊടുത്തു എന്ന രീതിയിൽ ആക്ഷേപിച്ച് പറയുമ്പോൾ അത് എനിക്കെന്തോ അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. ശരിയല്ല. അതായത് ഇദ്ദേഹം സോഷ്യൽ മീഡിയ പേജിലൂടെ അദ്ദേഹത്തിന്റെ പേജിലൂടെ മാത്രമാണ് സംസാരിച്ചെന്നുണ്ടെങ്കിൽ ഇവിടെ അദ്ദേഹത്തിനെതിരെ കണ്ട പേജുകളുടെ മുഴുവൻ സ്വന്തം പേജിന് പുറമെ മറ്റുള്ള പേജിന് നിറയെ സംസാരിക്കുന്നുണ്ട്. അത് ആക്ഷേപമല്ലേ? ആക്ഷേപമല്ലേ? ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് കൂട്ടു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെയും ഫെന്നി നയനാനെയും അത് ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിയമത്തിന് വിട്ടുകൊടുക്കുക. നമ്മൾ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കേസുകൾ വന്നിട്ടുണ്ട്. സത്യമായി വിളിച്ചു പറഞ്ഞതിന് കേസ് വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചവർക്കെതിരെ പത്രങ്ങൾക്ക് കൊടുക്കുകയല്ലോ. മാധ്യമങ്ങളൊക്കെ എന്നെ കുറിച്ച് നന്നായിട്ട് ആഘോഷിച്ചതാണ്. നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ നിയമപരമായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് വിടല്ലേ വേണ്ടത്. അതിന് പുറമെ പിന്നെ നമ്മളും കൂടെ നിയമം കയ്യിലെടുത്ത് അയാളെ ആക്ഷേപിക്കാനും കൂടെ ആ അവസരം മുതലാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ കേസ് അയാളെ നശിപ്പിക്കാനും അയാളെ സമൂഹത്തിന് മുന്നിൽ താറടിക്കാനും വേണ്ടിയിട്ട് കെട്ടിച്ചമച്ചതായിട്ടല്ലേ നമുക്ക് ആരോപിക്കാൻ പറ്റുള്ളൂ. ഏതായാലും രാജൻ ജോസഫ് ശ്രീനാദേവി കുഞ്ഞമ്മയെ ആക്ഷേപിച്ച് അപമാനിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ തിരിച്ച് രാജൻ ജോസഫിനെ ഈ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലും അല്ലാത്ത മാധ്യമങ്ങളിലും ആക്ഷേപിക്കാൻ ശ്രീനാദേവിയോ ഇനി അല്ലെങ്കിൽ ഫെന്നിയോ രാഹുൽ മാങ്കൂട്ടമോ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവെക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ യുവാക്കൾ ഒരു കൂട്ടം ആൾക്കാർ പോലീസുകാരുടെ വാഹനം തടഞ്ഞു നിർത്തിയിട്ട് കൈവച്ചു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കൈവെക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. പോലീസുകാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുകയായിരുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇവർക്ക് പങ്കാളിത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് മാത്രമല്ല അവരുടെ സംശുദ്ധത, രാഷ്ട്രീയ സംശുദ്ധത ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. Different angles. Don't forget to subscribe and support this channel.